ഹലോ നീറ്റ് ആസ്പിരൻസ്. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇന്ന് നീറ്റ് 2022 ചോദിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, അപ്പൊ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ആർ എക്സ്ക്ലൂസീവ്ലി ഹെട്രോട്രോഫിക് ഓർഗാനിസം, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്ലൈം മോൾസ് ആർ സാപ്രോഫൈറ്റിക് ഓർഗാനിസംസ് ക്ലാസിഫൈഡ് അണ്ടർ കിങ്ഡം മൊണീറ. Then third statement നോക്കിയേ, mycoplasma have DNA, ribosome and cell wall. And the last statement, cyanobacteria are a group of autotrophic organisms classified under kingdom Munira. 4 statements ഉണ്ട്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ബാക്ടീരിയ ആർ എക്സ്ക്ലൂസീവ്ലി ഹെട്രോട്രോഫിക് ഓർഗാനിസം, അത് കറക്റ്റ് ആണോ? അല്ല. ബാക്ടീരിയയിൽ നമുക്ക് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിനെയും കാണാം, പിന്നെ കൂടുതലും എന്താണ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയനെയും കാണാം. അതായത് അവർക്ക് സ്വയം എന്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് wrong. Okay, slime molds are saprophytic organism, അത് പാർഷ്യലി കറക്റ്റ് ആണ്. അവർ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം തന്നെയാണ്, അതായത് ഡെഡ് ആൻഡ് ലീവ് മീൻസ് ഡെഡ് ആൻഡ് ഡീകേ മാറ്ററിൽ തന്നെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ചിലത് എന്താണ് ഫാഗോസൈറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പാർഷ്യലി കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന കിങ്ഡം നോക്കിക്കേ, കിങ്ഡം മൊണീറയിലാണോ സ്ലൈം മോൾസ് വരുന്നത്? ഒരിക്കലും അല്ല, കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് നമ്മുടെ സ്ലൈം മോൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? മൈക്കോപ്ലാസ്മ ഹാവ് DNA, റൈബോസോം ആൻഡ് സെൽ വാൾ. മൈക്കോപ്ലാസ്മയിൽ നമുക്കറിയാം DNA ഉണ്ട്, റൈബോസോം ഉണ്ട്, പക്ഷെ സെൽ വാൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, സൈനോബാക്ടീരിയ ആർ എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോട്രോഫിക് ഓർഗാനിസം, ദാറ്റ് ഇസ് വെരി വെരി കറക്റ്റ്. കാരണം അവരെന്ത് എന്താണ് ഫോട്ടോസിന്തറ്റിക് ആണ്, ക്ലാസിഫൈഡ് അണ്ടർ കിങ്ഡം മൊണീറ. അല്ലെ, സൈനോബാക്ടീരിയ ഏതിലാണ് വരുന്നത്? കിങ്ഡം മൊണീറയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.